ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ പുകവലിനെയും ഈ മദ്യപാനത്തിനെ പറ്റിയാണ്. ഈ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്ത കരളിനും ഒരിക്കലൊക്കെ എന്ത് ദോഷം വരുന്നത്. അപ്പം അങ്ങനെയൊന്നും വലിക്കാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കുക. നമ്മൾ ഓരോ പരസ്യത്തിലായാലും അല്ലെങ്കിൽ ഇപ്പം സിഗരറ്റിൻ്റെ പാക്കറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ഹാനികരമാണെന്നുള്ളത്. ഈ മദ്യക്കുപ്പിയിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആളുകൾ അത് വാങ്ങിച്ച് കുടിക്കുകയും വലിക്കുകയും ചെയ്യുകയാണ്. അപ്പം മാക്സിമം നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് നമുക്ക് ക്യാൻസർ, ഇപ്പം മുഖത്ത് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഉണ്ടാവും. ഇങ്ങനെ പുകവലിയും മദ്യപാനം കൊണ്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ അത് പുകവലിക്കാനായാലും അല്ലെങ്കിൽ മദ്യപിക്കാനായാലും ശ്രമിക്കാതിരിക്കുക. അത് മാക്സിമം ഒഴിവാക്കണം. അതിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വലിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ കരളിനാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. കാരണം നമുക്ക് മരണം വരെ സംഭവിക്കും. കൂടുതലും ഈ മദ്യപിച്ചും അല്ലാതെ മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ചാലക്കുടി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നറിയാം. ആ സിനിമയിൽ തന്നെ അതിൽ കലഹത്തിൽ അഭിനയിക്കുന്ന ഒരാളിനെ മദ്യപിച്ചാണ് മരിക്കുന്നത്. അതിൽ കാണിക്കുന്നുണ്ട് മദ്യപിച്ച് മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മദ്യപിക്കാതിരിക്കുകയും പുകവലിക്കാതിരിക്കുകയും ശ്രദ്ധിക്കണം. നമ്മൾ ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പുകവലിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ചെയ്തുകൂടാ. അപ്പം അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ ദോഷം നമുക്ക് മൗത്ത് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ അങ്ങനെയുള്ള ക്യാൻസറുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അവിടെ മുറിച്ച് മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കൂടുതലായിട്ടും മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക.